അകത്തേക്ക് പോകുന്തോറും ഇരുട്ട് കൂടിക്കൂടി വന്നു. അപകടം മണത്ത ബ്രൂസ് വിമാനം 135 ഡിഗ്രിയിൽ വെട്ടിത്തിരിച്ച് അതിൽ നിന്നും പുറത്തു കടന്നു. നിങ്ങൾക്കറിയാമോ, ആർക്കും ഇതുവരെയും കൃത്യമായി പിടികൊടുക്കാത്ത രഹസ്യങ്ങളുടെ കലവറയായ കേൾക്കുന്നതൊന്നും സത്യമാകല്ലേ എന്ന് ആരും പ്രാർത്ഥിച്ചു പോകുന്ന കഥകളാണ് ബെർമുഡ ട്രയാങ്കിൾ എന്ന ജലവാഹിനിയെക്കുറിച്ച് കേൾക്കാനാവുക. കാലവും ശാസ്ത്രവും മതവും മനുഷ്യനും ഇനിയും പൂർണ്ണമായും നിർവചിക്കാൻ സാധിക്കാത്ത ആയിരങ്ങളുടെ ജീവനെടുത്ത ആ വിചിത്ര പ്രദേശത്തേക്കാണ് ഇക്കുറി നിങ്ങളെ ഞാൻ കൂട്ടിക്കൊണ്ടുപോകുന്നത്. ദ ബെർമുഡ ട്രയാങ്കിൾ. ഇത് വടക്കേ അമേരിക്കയിലെ വടക്കൻ അറ്റ്ലാന്റിക് സമുദ്രം. സാർവത്രികമായി അംഗീകരിക്കപ്പെട്ടിട്ടില്ലാത്ത അതിരുകളാൽ ത്രികോണാകൃതി ഉണ്ടെന്ന് നാം വിശ്വസിക്കുന്ന ബെർമുഡ ട്രയാങ്കിൾ ഫ്ലോറിഡയിലെ അറ്റ്ലാന്റിക് തീരം തൊട്ടു തുടങ്ങി ബെർമുഡ ചുറ്റി ഗ്രേറ്റർ അറ്റ്ലാന്റിസ് എന്നറിയപ്പെടുന്ന ദ്വീപുകൾ വരെ എത്തുന്ന ജലശേഖരം. ചുരുക്കി പറഞ്ഞാൽ ബെർമുഡ, പോർട്ടോറിക്കോ, ഫ്ലോറിഡ മുനമ്പ് എന്നിവയ്ക്കിടയിലെ സമുദ്രഭാഗം. നൂറ്റാണ്ടുകളായി നിഗൂഢതകളുടെ ഗർഭം താങ്ങുന്ന സ്ഥലമാണിത്. കഴിഞ്ഞ 100 വർഷങ്ങളായി ഏകദേശം 1000-ഓളം ജീവനുകൾ ബെർമുഡ ട്രയാങ്കിൾ എടുത്തിട്ടുണ്ട്. എല്ലാം നിഗൂഢ കാരണങ്ങളാൽ അല്ല കാണാതായത്. എങ്കിലും ഇതുവഴിയുള്ള കടൽയാത്ര സുഖകരമല്ലാത്തതാണ് എന്ന് അംഗീകരിക്കുന്ന വസ്തുതയാണ്. ബെർമുഡ ട്രയാങ്കിളിന്റെ ഭാഗം, വ്യാപ്തി ഇവയൊന്നും കൃത്യമായി ആർക്കും അറിയില്ല എന്നതാണ് ഏറ്റവും രസമായ കാര്യം. 50-ലധികം കപ്പലുകളും 20 വിമാനങ്ങളും ഈ സമുദ്രഭാഗത്ത് എത്തിയതിനു ശേഷം എന്ത് സംഭവിച്ചു എന്നത് ആർക്കും അറിയില്ല. 5 ലക്ഷത്തിലധികം ചതുരശ്ര മൈൽ വിസ്താരത്തിൽ പരന്നുകിടക്കുന്ന ഈ സ്ഥലം വൈമാനികർക്കും നാവികർക്കും ഇന്നും ഒരു പേടി സ്വപ്നം മാത്രമാണ്. വാസ്തവത്തിൽ ഇതിനെക്കുറിച്ച് മനുഷ്യലോകത്തിനോ സാങ്കേതിക വിദ്യകൾക്കോ കൂടുതലൊന്നും തെളിയിക്കാൻ ആയിട്ടില്ല. 19-ാം നൂറ്റാണ്ടിന്റെ മധ്യത്തിലാണ് ഈ പ്രദേശത്ത് വിശദീകരിക്കപ്പെടാത്ത സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തു തുടങ്ങിയത്. ഇതുവഴി ഇവിടം കടന്നു പോകാൻ ശ്രമിച്ച കപ്പലുകളെയും വിമാനങ്ങളെയും കുറിച്ച് ഒരു വിവരവും ഉണ്ടായിട്ടില്ല. ഒരാൾ പോലും അപായ സന്ദേശങ്ങൾ കൈമാറാതെയാണ് ഇവിടെ മറഞ്ഞുപോയത്. കാണാതായ ചില കപ്പലുകൾ പൂർണ്ണമായി ഉപേക്ഷിക്കപ്പെട്ടതായി പിന്നീട് കണ്ടെത്തിയിരുന്നു. എന്നാൽ അവയിലുണ്ടായിരുന്ന ആളുകൾക്ക് എന്ത് സംഭവിച്ചു എന്നത് ഇപ്പോഴും അജ്ഞാതമാണ്. ക്രിസ്റ്റഫർ കൊളംബസിന്റെ യാത്രാനുഭവങ്ങളിലൂടെയാണ് ഇങ്ങനെ ഒരു പ്രദേശത്തെക്കുറിച്ച് പുറം ലോകം ആദ്യമായി അറിഞ്ഞത്. അമേരിക്കൻ തീരത്തിന് സമീപമുള്ള ദഹാമാസ് ദ്വീപിലെത്തിയ കൊളംബസ് ആ പ്രദേശത്തുകൂടി പോയപ്പോൾ തീഗോളങ്ങൾ കടലിൽ വീഴുന്നത് കണ്ടുവെന്നും വടക്ക് നോക്കി യന്ത്രത്തിന്റെ സൂചികൾ ദിക്കറിയാതെ പ്രവർത്തിച്ചു എന്നും രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ പിന്നീട് 20-ാം നൂറ്റാണ്ട് വരെ ഈ പ്രദേശത്തെക്കുറിച്ച് ഏതൊരു വിവരവും രേഖകളോ ലഭിച്ചിട്ടില്ല. 1918 മാർച്ചിൽ അമേരിക്കൻ നേവിയുടെ USS സൈക്ലോപ്സ് എന്ന 542 അടി നീളമുള്ള ചരക്കു കപ്പൽ ഈ പ്രദേശത്ത് കാണാതായ സമയത്ത് ഈ കപ്പലിൽ 300-ഓളം ജീവനക്കാരും 10,000 ടൺ മാഗ്നീസും ഉണ്ടായിരുന്നു. എന്നാൽ ഇതിന് എന്ത് സംഭവിച്ചു എന്ന് ആർക്കും മനസ്സിലായിട്ടില്ല. ഇതിനെക്കുറിച്ച് യാതൊരു വിവരവും പിന്നീട് ലഭിച്ചിട്ടുമില്ല. ഫ്ലൈറ്റ് 19 എന്ന വിമാനത്തിന്റെ മിസ്സിംഗ് ആണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടതിൽ വെച്ച് ഏറ്റവും ദുരൂഹമായ സംഭവം. 1945 ഡിസംബർ 5-ന് കാണാതായ വിമാനത്തെ തിരഞ്ഞുപോയ അമേരിക്കയുടെ 5 ബോംബർ വിമാനങ്ങൾ ദുരൂഹ സാഹചര്യത്തിൽ അപ്രത്യക്ഷമായി. കാണാതായ ബോംബർ വിമാനങ്ങളെ തേടി വീണ്ടും വിമാനങ്ങൾ അയച്ചു. അതും തിരിച്ചെത്തിയിട്ടില്ല. സംഭവത്തിൽ 27 പേരും 6 വിമാനങ്ങളും എവിടെയെന്ന് ഇന്നും ആർക്കും അറിയില്ല. രസകരമായ മറ്റൊരു വസ്തുത, ബെർമുഡ ട്രയാങ്കിളിന്റെ ആഴങ്ങളിൽ മാഞ്ഞുപോയ കപ്പലുകളും വിമാനങ്ങളുടെയും കൃത്യമായ കണക്ക് ആരുടെയും കൈവശമില്ല. ഇതിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ടവർ പറഞ്ഞ പ്രകാരം ഇവിടെ അകപ്പെട്ടു പോയാൽ വടക്ക് നോക്കി യന്ത്രവും മറ്റും പ്രവർത്തനരഹിതമാകും എന്നതാണ്. ബ്രൂസ് ജൂനിയർ എന്ന പൈലറ്റാണ് ബെർമുഡ ട്രയാങ്കിളിന്റെ കെണിയിൽ നിന്ന് രക്ഷപ്പെട്ട് എത്തി എന്ന് ആദ്യമായി വെളിപ്പെടുത്തിയത്. ഈ പ്രദേശത്ത് വെച്ച് അദ്ദേഹത്തിന് നേരിടേണ്ടി വന്ന വിചിത്ര അനുഭവങ്ങളെക്കുറിച്ച് ലോകം കേട്ട് അമ്പരക്കുകയും ചെയ്തു. അത് ഇപ്രകാരമാണ്. ബ്രൂസ് ജൂനിയറും പിതാവും 1970 ഡിസംബർ 4-ന് ആന്ത്രോസ് വിമാനത്താവളത്തിൽ നിന്നും മിയാമി ലക്ഷ്യം വെച്ച് ബൊണാൻസ A36 എന്ന ചെറുവിമാനത്തിൽ പറന്നുയർന്നു. സഞ്ചാരപാത ബെർമുഡ ട്രയാങ്കിളിന്റെ അകത്തുകൂടിയാണ്. പറന്നുയർന്ന ഉടൻ തന്നെ സമുദ്രനിരപ്പിൽ നിന്നും 500 അടി ഉയരത്തിൽ
ഒരു മേഘസഞ്ചയം നിൽക്കുന്നത് ബ്രൂസിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഇത്രയും ഭൂമിയോട് അടുത്തു നിൽക്കുന്ന ഒരു മേഘക്കൂട്ടം ബ്രൂസ് ആദ്യമായാണ് കാണുന്നത്. കാലാവസ്ഥ നല്ലതാണെന്ന് എയർ ട്രാഫിക് കൺട്രോൾ റൂം അറിയിച്ചതിനെ തുടർന്ന് വിമാനം കൂടുതൽ ഉയരത്തിൽ പറന്നു. ഉയരം കൂടുന്തോറും ആ മേഘസഞ്ചയം കൂടുതൽ കറുത്ത് ഇരുണ്ട വലിയ മേഘങ്ങളായി മാറുന്നത് അവർ ശ്രദ്ധിച്ചു. ഇടയ്ക്ക് അവർ ഈ മേഘത്തിനുള്ളിൽ പെട്ടുപോയെങ്കിലും 15,500 അടി ഉയരത്തിൽ വെച്ച് അവർ ഇതിൽ നിന്നും പുറത്തു കടന്നു. തെളിഞ്ഞ ആകാശം അവരെ സ്വാഗതം ചെയ്തു. പെട്ടെന്നാണ് കാലാവസ്ഥ മാറിമറിഞ്ഞത്. അപ്പോൾ ബ്രൂസ് പ്ലെയിനിന്റെ സുരക്ഷിത വേഗതമായ മണിക്കൂറിൽ 195 മൈലിൽ പറക്കുകയാണ്. അവരുടെ മുന്നിൽ കറുത്തിരുണ്ട മറ്റൊരു മേഘം കാണപ്പെട്ടു. അകത്തേക്ക് പോകുന്തോറും ഇരുട്ട് കൂടിക്കൂടി വന്നു. അതിന്റെ അകത്തുണ്ടായ മിന്നലിന്റെ വെളിച്ചവും കൂടിക്കൂടി വന്നു. അപകടം മണത്ത ബ്രൂസ് വിമാനം 135 ഡിഗ്രിയിൽ വെട്ടിത്തിരിച്ച് അതിൽ നിന്നും പുറത്തു കടന്നു. പുറത്തു കടന്നതിന് ശേഷമാണ് മനസ്സിലായത് ആദ്യം കണ്ട മേഘക്കൂട്ടത്തിന്റെയും ഇപ്പോൾ കണ്ടതിന്റെയും ഒരു മേഘസഞ്ചയത്തിന്റെ 2 അതിരുകളായിരുന്നു എന്ന്. അവരുടെ വിമാനം അതിനകത്ത് അകപ്പെട്ടിരിക്കുന്നുവെന്നും പുറത്ത് ഇതുവരെയും കടന്നിട്ടില്ല എന്നും മനസ്സിലായത്. ബ്രൂസ് പെട്ടെന്ന് ചുറ്റുമൊന്ന് കണ്ണോടിച്ചു. അപ്പോൾ പുറത്ത് മേഘങ്ങളുടെ ഒരു വശത്ത് ചെറിയൊരു ടണൽ പോലെ ഒരു തുള കണ്ടു. അതിലൂടെ പുറത്തേക്ക് നോക്കിയാൽ തെളിഞ്ഞ ആകാശം കാണാമായിരുന്നു. എന്നാൽ ആ ടണലിന്റെ വലിപ്പം അതിവേഗം കുറഞ്ഞു വരികയാണ് എന്ന് ബ്രൂസ് ശ്രദ്ധിച്ചു. എന്നാൽ പരമാവധി വേഗത്തിൽ ഇതിൽ നിന്നും രക്ഷപ്പെടാനായി ആ മേഘ ടണലിലേക്ക് വിമാനം പായിച്ചു. ടണലിന്റെ അകത്തുകൂടി പോകുമ്പോൾ വിമാനത്തിന്റെ വേഗത കൂടുന്നത് അവന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഒപ്പം ടണലിന്റെ വലിപ്പം കുറയുന്നതായും ഭാരമില്ലായ്മയും ബ്രൂസിന്റെ അനുഭവത്തിൽ വന്നു. ഏകദേശം 20 സെക്കൻഡിന് ശേഷം എടുത്തെറിയുന്നതുപോലുള്ള വേഗത്തിൽ അവർ ടണലിൽ നിന്നും പുറത്തു കടന്നു. പുറത്തു കടന്ന ഉടൻ തന്നെ വിമാനത്തിന്റെ ഉപകരണങ്ങൾ തെറ്റായ വിവരങ്ങൾ തന്നു തുടങ്ങി. കോമ്പസ് വട്ടത്തിൽ കറങ്ങാൻ തുടങ്ങി. തങ്ങൾ പുറപ്പെട്ട സമയം വെച്ച് നോക്കിയാൽ വിമാനം സഞ്ചാരപഥത്തിന് ഇടയിലുള്ള ബമിനി ദ്വീപുകൾക്ക് മുകളിൽ എത്തിക്കാണുമെന്ന് ബ്രൂസ് കണക്കുകൂട്ടി. അങ്ങനെ അദ്ദേഹം മിയാമി വിമാനത്താവളവുമായി ബന്ധപ്പെട്ടു സഹായ അഭ്യർത്ഥന നടത്തി. എന്നാൽ ബ്രൂസിനെ ഞെട്ടിച്ചുകൊണ്ട് വിമാനത്താവളത്തിന്റെ സന്ദേശം വന്നു. അവർ ഇപ്പോൾ ലക്ഷ്യസ്ഥാനത്തിന് മുകളിലൂടെയാണ് പറക്കുന്നത് എന്ന്. പുറപ്പെട്ട് വെറും 3/4 മണിക്കൂറിനുള്ളിൽ തന്നെ അവരുടെ ചെറുവിമാനം 250 മൈൽ അപ്പുറത്തുള്ള ലക്ഷ്യസ്ഥാനത്ത് എത്തി എന്നത് അവരെ അത്ഭുതപ്പെടുത്തി. മണിക്കൂറിൽ 195 മൈൽ മാത്രം വേഗതയുള്ള വിമാനം 3/4 മണിക്കൂറിനുള്ളിൽ ഇത്രയും ദൂരം പിന്നിട്ടു എന്നത് അവർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. വിമാനത്താവളത്തിൽ ഇറങ്ങിയ ശേഷം ഇന്ധനം പരിശോധിച്ചപ്പോൾ മിയാമിയിലേക്ക് എത്താൻ എടുക്കുന്നതിന്റെ പകുതി ഇന്ധനം മാത്രമേ കുറഞ്ഞിട്ടുള്ളൂ എന്ന് അവർക്ക് മനസ്സിലായി. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്യുക. നന്ദി, നമസ്കാരം.